ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മെ രാജ്യദ്രോഹികളാക്കി മാറ്റും. എന്നാലും കുഴപ്പമില്ല. ബീഹാറിലെ റോഡ് വികസനത്തെക്കുറിച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ BJP. കണ്ട് പഠിക്കണം കോൺഗ്രസുകാരെ. അത് മാത്രമല്ല ഡൽഹിയിലെ CM രേഖ ഗുപ്ത ഇതുപോലുള്ള പൊട്ടന്മാരെ എങ്ങനെയാണ് കൃത്യമായി BJPക്ക് കിട്ടുന്നത്? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ബീഹാർ റോഡ് വികസനത്തെക്കുറിച്ച് പുതിയതായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോ. ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ BJP ഇന്ത്യ എന്ന് പറയുന്ന അക്കൗണ്ടും അതുപോലെ BJP ബീഹാർ എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഒക്കെയാണ് ഈ കാര്യം പുറത്തുവിട്ടുള്ളത്. അതായത് നമുക്ക് മോദിജിയുടെ ഡെവലപ്മെന്റ് ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ നിങ്ങൾ മോദിജിയുടെ ഡെവലപ്മെന്റ്? നിങ്ങൾ കണ്ടതല്ല മോദിജിയുടെ യഥാർത്ഥ ഡെവലപ്മെന്റ്. അതായത് ഈ റോഡൊന്നല്ല ഡെവലപ്മെന്റ്. നിങ്ങൾ കാണും. ഒറ്റ നോട്ടത്തിൽ ഈ വീഡിയോന് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ നടക്കുന്നത് കണ്ടില്ലേ? ഇവർ ശരിക്കും എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? അവരുടെ ഡയറക്ഷൻ നോക്കിയിട്ടുണ്ടോ? അതിൽ എന്തൊക്കെയോ വശപ്പശകുണ്ട്. അത് പോട്ടെ, അതെന്തെങ്കിലും ഇറാന്ന് വിചാരിക്കാം. പക്ഷേ ഇത് കാണും. ആ സ്കൂട്ടർ പോകുന്നുണ്ടല്ലേ? ഇതാണ് യഥാർത്ഥ ഡെവലപ്മെന്റ്. അതായത് BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഡെവലപ്മെന്റ് ഇതാണ്. കണ്ട് പഠിക്കണം കോൺഗ്രസ്സുകാരെ. വെറുതെ റോഡൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ റോഡിൽ നിന്ന് വിചാരിക്കുകയാണ്, അതായത് പട്ന റോഡിൽ പോയിട്ട് വിചാരിക്കുകയാണ് എനിക്ക് ഇപ്പൊ വീട്ടിലെത്തണം, ടെലിപ്പോർട്ട്. അപ്പൊ തന്നെ ടെലിപ്പോർട്ടാണ്. അതാണ് ഡെവലപ്മെന്റ്. ഇതാണ് വികസനം. അല്ലാതെ ചുമ്മാ റോഡ് ഉണ്ടാക്കലൊന്നല്ല വികസനം. കണ്ടില്ലേ? ആ സ്കൂട്ടർ അടക്കം ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ വിചാരിച്ചിടത്ത് ഇനി എത്തിയാൽ മതിയായിരുന്നു. ഈ പറഞ്ഞ പട്ന ബീഹാറിൽ നിന്നും പുതിയൊരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണാം. ആ വലിയൊരു ബോക്സ് അവർ ട്രെയിനിലേക്ക് കയറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പിന്മാറി അതിൽ നിന്ന്. പക്ഷേ പുതിയൊരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ഉദ്യോഗസ്ഥർ വേണമല്ലോ. അവരൊക്കെ എവിടെ? ഇതിങ്ങനെ കെട്ടിട്ട് പോകുന്നത് അത്ര സേഫ് ആണോ? ഒരിക്കലും സേഫ് അല്ല. എവിടെയൊക്കെ അടിക്കാം. ഹോൾസ് ഉണ്ടാവും, അതുപോലെ സിഗ്നൽസ് ഉണ്ടാവും. ഇതിനൊക്കെ ഇത് പോയിട്ട് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലല്ല, അടിക്കും. ഡെവലപ്മെന്റിന്റെ അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുന്ന ബീഹാറിൽ നിന്നും പുതിയൊരു വീഡിയോയും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അവരവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ നിന്നും ആണെന്ന് പറഞ്ഞാണ്. പക്ഷേ അത് വെരിഫൈഡ് അല്ല. എനിവേ അത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. കാരണം കേരളത്തിൽ നിന്നൊന്നും അല്ല. കേരളത്തിൽ നിന്ന് ഇമാതിരി കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവൻ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കും. അതാണ് 100% ലിറ്ററസി സാറിന്റെ ഒരു ഗുണം. അപ്പം ഇവിടെ വന്നിട്ടുള്ളത് സിവിക് സെൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രായമുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പം സിവിക് സെൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി മാറിക്കോളും എന്നാണ് പറഞ്ഞത്. മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സിവിക് സെൻസ് കൂടുതലായിട്ടും പഠിക്കുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന് നമ്മുടെ ഫാമിലീസിൽ നിന്നും, രണ്ടാമത് സ്കൂളിൽ നിന്നുമാണ്. നമുക്ക് സ്കൂളിന്റെ കാര്യം നോക്കാം. 80,000-ഓളം സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിൽ ഏറ്റവും കൂടുതൽ പൂട്ടിയിട്ടുള്ളത് ബീഹാറിലാണ്. അതുപോലെ ടീച്ചേഴ്സ് വാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാക്കൻസി, ടീച്ചേഴ്സിന്റെ വാക്കൻസി ഉള്ളത് ഈ പറയുന്ന വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബീഹാറിലാണ്. അതും പോട്ടെ, നമ്മുടെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് അതും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ഉള്ളത് ഈ ബീഹാറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി അവിടുത്തെ സിറ്റുവേഷൻ മാറുമെന്ന്? അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാളും പരിതാപകരമാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡൽഹിയിലോട്ടേക്ക് പോവാം. രേഖ ഗുപ്ത ജി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കേൾക്കാം. पानी की कितनी दिक्कत अभी हो रही है आजकल के समय में, जब इतनी भरी गर्मी पड़ रही है। पानी हमारा जो आता है वो इवेपोरेट हो जाता है बीच में कुछ पानी, तो उसके कारण शॉर्टेज हो जाती है. രേഖ ഗുപ്തജി പറയുന്നത് കേട്ടില്ലേ? രേഖ ഗുപ്തജി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിലെ വാട്ടർ ഷോർട്ടേജ് അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, നല്ല ചൂടാണ്. അപ്പോൾ
വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണ് ഡൽഹിയിൽ വാട്ടർ ഷോർട്ടേജ് വരുന്നു എന്നാണ് ഗുപ്താജി പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നുമല്ല, അതായത് അവിടെ ഡൽഹിയിൽ വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ ധാരാളമാണ്, സന്തോഷമാണ്. കാരണം നീറ്റ് പേപ്പർ ലീക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞത് ലീക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇനി എന്താണ് യഥാർത്ഥ റീസൺ? അതായത് വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്ന് എന്തായാലും നമ്മുടെ ഗുപ്താജി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് അതായത് യമുന പൊല്യൂഷൻ ആണ്, യമുന റിവർ പൊല്യൂഷൻ ആണ്. ഷട്ടിംഗ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതായത് യമുന പൊല്യൂഷൻ ഷട്ടിംഗ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതുപോലെ 50 മുതൽ 58% ട്രീറ്റഡ് വാട്ടർ ലോസ് ആയി പോകുന്നുണ്ട്. എങ്ങനെ? ഈ പഴയ പൈപ്പ് ആയതുകൊണ്ട് അതിലോട്ട് ലീക്ക് ചെയ്തിട്ടുണ്ട്. 50 മുതൽ 58% വരെ ട്രീറ്റഡ് വാട്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഓവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഡിപ്ലീഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ നടക്കുന്നുണ്ട്. അതുപോലെ സപ്ലൈ ഗ്യാപ്സ് ഫ്രം അപ്സ്ട്രീം കനാൽസിൽ നിന്നും ഉള്ള ഇതുകൊണ്ട് തന്നെ എന്താണ് സപ്ലൈ ഗ്യാപ്സ് അവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് പ്രൈമറി റീസൺ. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥ റീസൺ. അല്ലാതെ നമ്മുടെ ഗുപ്താജി പറയുന്ന പോലെ ചൂട് കൂടിയതുകൊണ്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചൂട് കൂടിയതുകൊണ്ട് ഉപയോഗം കൂടും അപ്പോൾ ലോസ് വരും, ഈ ലോസസ് എന്നൊക്കെ പറയുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ചെറിയൊരു ലോസ് മാത്രമാണ്. യഥാർത്ഥ ഇവിടുത്തെ പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയേഴ്സും അതുപോലെ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. അപ്പൊ ചില ആളുകൾ ചോദിക്കും ഡൽഹി ഭരിക്കാൻ കിട്ടിയിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ BJPക്ക് എന്ന്. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ റീസൺ എന്താണ് പറഞ്ഞത്? അതായത് വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാട്ടർ ഷോർട്ടേജ് ഉണ്ട്, അതിനുള്ള റീസൺ എന്താണ് പറഞ്ഞത്? ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സംസാരമല്ല അവിടെ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ യഥാർത്ഥ റീസൺ, അതായത് ഇതൊക്കെയാണ് റീസൺ, അപ്പോൾ ഇതൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ വരില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവാപ്പറേഷൻ, അതായത് ചൂട് കൂടിയോണ്ട് ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഡൽഹിയിൽ വാട്ടർ ഷോർട്ടേജ് വന്നിട്ടുള്ളതെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഒരു സന്തോഷം എന്ന് പറയുന്നത് വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്ന് ഇവർ സമ്മതിച്ചു, അത് മതി, ധാരാളമായി. അപ്പൊ ഇതുപോലൊക്കെയാണ് BJPയുടെ ഡെവലപ്മെന്റ്സ് വരുന്നത്. അതായത് ഒന്നുകിൽ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, മറ്റൊരു ഭാഗത്താണെങ്കിൽ AI വെച്ച് വീഡിയോസ് ഉണ്ടാക്കി, അതായത് ആദ്യം കാണിച്ചില്ലേ ടെലിപ്പോർട്ട് ഒക്കെ കാണിച്ച് ആളുകൾക്ക് ഡെവലപ്മെന്റ് എന്താണെന്ന് AI യിലൂടെ കാണിക്കും. അതാണ് പുതിയ ഡെവലപ്മെന്റ് പ്ലാൻസ്.